കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ 4-ാമത്തെ സ്കന്ധം ഇന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങുകയാണ്. 4-ാമത്തെ സ്കന്ധത്തിൽ ആദ്യമായി പറയുന്നത് മനുവിൻ്റെ വംശത്തെ പറ്റിയിട്ടാണ്. മൈത്രേയനാണ് ഈ വംശകഥ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മൈത്രേയൻ പറയുകയാണ്, സ്വയംഭുവ മനുവിന് ദേവഹൂതിയെ കൂടാതെ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 പുത്രന്മാരും ആകൂതി, പ്രസൂതി എന്നീ 2 പെൺകുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നു. മൂത്തപുത്രിയായ ആകൂതിയെ ബ്രഹ്മപുത്രനായ രുചി എന്ന മഹർഷിയാണ് വിവാഹം കഴിച്ചത്. പുത്രികാധർമ്മം അനുസരിച്ചിട്ടാണ് ഈ വിവാഹം നടന്നത്. അതായത് പുത്രികാധർമ്മം എന്ന് പറയുന്നത് പുത്രിക്കുണ്ടാകുന്ന പുത്രനെ തനിക്കു നൽകണം എന്ന് പിതാവ് ഒരു വ്യവസ്ഥ വെക്കുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷണൽ മാരേജ് ആണ്. അതായത് ഒരു വ്യവസ്ഥയോടു കൂടിയുള്ള വിവാഹം. ആ വിവാഹമാണ് ഇവിടെ നടത്തിക്കൊടുത്തത്. അതനുസരിച്ചിട്ട് രുചിക്ക് ആകൂതിയിൽ ഇരട്ട കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. വിഷ്ണുവിൻ്റെ അവതാരമായ യജ്ഞനും ലക്ഷ്മി ദേവിയുടെ അവതാരമായ ദക്ഷിണയും. അങ്ങനെ വിവാഹത്തിൽ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ തന്നെ രുചി തൻ്റെ മകനെ തൻ്റെ അമ്മായിയച്ഛനായ ശശ്വരനായ മനുവിന് നൽകി. ദേവഹൂതിയെ കർദമൻ വിവാഹം കഴിച്ചു. അവർക്ക് 9 പുത്രിമാരുണ്ടായി. അവരുടെ വിവാഹ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ സ്കന്ധത്തിൽ, അതായത് 3-ാമത്തെ സ്കന്ധത്തിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. മൂത്തപുത്രി കലയ്ക്കും മരീചിക്കും കശ്യപൻ, പൂർണിമാവ് എന്നീ 2 പുത്രന്മാരാണ് ഉണ്ടായത്. കശ്യപ സന്താനങ്ങൾ കൊണ്ട് അങ്ങനെ ഈ ലോകം മുഴുവനും നിറഞ്ഞു. ആ കഥ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. പൂർണിമാവിന് 2 പുത്രന്മാരും ദേവകുല്യ എന്ന ഒരു പുത്രിയും ഉണ്ടായി. ആ ദേവകുല്യ എന്ന പുത്രിയാണ് പിന്നീട് ദേവലോക ഗംഗയായി തീർന്നത്. ദേവഹൂതിയുടെ 2ാമത്തെ മകൾ അനസൂയയെ അത്രിയാണ് വിവാഹം ചെയ്തത്. അവർക്ക് ത്രിമൂർത്തികളാണ് പുത്രന്മാരായി ജനിച്ചത്. അങ്ങനെ ത്രിമൂർത്തികൾ അത്രിക്കും അനസൂയയ്ക്കും ജനിച്ചു എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞപ്പോൾ വിതുരര് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷി ആ കഥ പറഞ്ഞു കൊടുക്കുന്നു. അതായത് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നതിനായിട്ട് വിധാതാവ് അവരോടും പറയുന്നു, അതായത് അത്രിയോടും അനസൂയയോടും പറയുന്നു, നിങ്ങളും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടണം എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് സന്താന ലാഭത്തിനായിട്ട് അവർ തപസ്സനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് ത്രിമൂർത്തികളാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത്ഭുതത്തോടു കൂടി അത്രി മഹർഷി ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരു ദേവനെയാണ് ധ്യാനിച്ചത്, ഇപ്പോൾ നിങ്ങൾ 3 പേരും ഒരുമിച്ച് വന്നിരിക്കുന്നു, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവനാണ് മറുപടി പറയുന്നത്, നിങ്ങൾ ധ്യാനിച്ചത് ലോകത്തെ നയിക്കുന്ന ആ പരമമായ തത്വത്തെയാണ്. ആ പരമമായ തത്വം തന്നെയാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങൾ വേറെ വേറെ ആണെന്ന് ധരിക്കേണ്ട, ഞങ്ങൾ ഒന്നു തന്നെയാണ്. ഞങ്ങളുടെ അംശങ്ങളായി നിങ്ങൾക്ക് 3 പുത്രന്മാർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവർ നിങ്ങളുടെ കീർത്തി ലോകമെങ്ങും പരത്തും എന്നുകൂടി പറഞ്ഞ് ബ്രഹ്മദേവൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ബ്രഹ്മദേവന്റെ അംശത്താൽ ചന്ദ്രനും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ദത്തനും, അതായത് ദത്താത്രേയനും, മഹാദേവന്റെ അംശമായി ക്ഷിപ്രകോപിയായ ദുർവാസാവും ജനിക്കുന്നു. ദേവഹൂതിയുടെ 3ാമത്തെ പുത്രിയായ ശ്രദ്ധ അങ്കിരസിനെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 4 പുത്രിമാരും 2 പുത്രന്മാരും ജനിച്ചു. ബൃഹസ്പതി എന്ന ദേവഗുരു ഇവരുടെ പുത്രനാണ്. ദേവഹൂതിയുടെ 4ാമത്തെ പുത്രിയായ ഹവിർഭുവിനെ ബ്രഹ്മപുത്രനായ പുലസ്ത്യനാണ് വിവാഹം കഴിച്ചത്. അഗസ്ത്യമുനിയും രാവണന്റെ പിതാവായ വിശ്രവസും ഇവരുടെ പുത്രന്മാരാണ്. വിശ്രവസിൻ്റെ പുത്രന്മാരാണ് വൈശ്രവണനും, അതുപോലെ തന്നെ രാവണനും, കുംഭകർണനും, വിഭീഷണനും. ദേവഹൂതിയുടെ 6ാമത്തെ പുത്രി ക്രിയയ്ക്ക് ബ്രഹ്മപുത്രനായ ക്രതുവാണ് വരനായി വന്നത്.
ബാലഖില്യന്മാർ എന്ന് പ്രസിദ്ധരായ 60,000 മഹർഷിമാരാണ് അവർക്ക് ജനിച്ചത്. ദേവഹൂതിയുടെ 7ാമത്തെ പുത്രി അരുന്ധതിക്കും വസിഷ്ഠനും 7 പുത്രന്മാരുണ്ടായി. ദേവഹൂതിയുടെ 8ാമത്തെ പുത്രി ഖ്യാതിയിൽ ഭൃഗുവിന് പിറന്ന ധാതാവ്, വിധാതാവ് എന്നീ പുത്രന്മാരുടെ ചെറുമകനാണ് പ്രസിദ്ധനായ മാർക്കണ്ഡേയ മുനി. ഭൃഗുവിൻ്റെ മകൻ കവിയുടെ പുത്രനാണ് അസുരഗുരുവായ ശുക്രാചാര്യർ. ഇങ്ങനെ ആ കുലചരിതം പറഞ്ഞപ്പോൾ വിതുരർ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ശുക്രാചാര്യർ രാവണൻ്റെ സഹോദരനാണ്. ബൃഹസ്പതി ഇരുവരുടെയും ചെറിയച്ഛനുമാണ്. ഇങ്ങനെ വിതുരര് അവരുടെ ആ ബന്ധങ്ങളെപ്പറ്റി ഇങ്ങനെ ഓർമ്മിച്ച് പറഞ്ഞു. മൈത്രേയൻ അത് ശരിവെക്കുകയും ചെയ്തു. അങ്ങനെ കർദമൻ്റെ ഈ വംശപരമ്പര സ്വസന്താനങ്ങളെ കൊണ്ട് ലോകം മുഴുവനും അഭിവൃദ്ധിപ്പെടുത്തി. എന്നിട്ട് വീണ്ടും മൈത്രേയമുനി പറയുകയാണ്, മനുവിൻ്റെ 2 പുത്രിമാരുടെയും വംശപരമ്പര ഇപ്പോൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. 3ാമത്തെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചത് ബ്രഹ്മപുത്രനായ ദക്ഷനായിരുന്നു. അവർക്ക് 16 പെൺകുഞ്ഞുങ്ങളാണ് ജനിച്ചത്. 13 പേരെയും ദക്ഷൻ ധർമ്മരാജാവിനാണ് വിവാഹം കഴിച്ച് കൊടുത്തത്. ഒരാളെ പിതൃക്കൾക്കും മറ്റൊരാളെ അഗ്നിക്കും, ഏറ്റവും ഇളയ സന്താനമായ സതിയെ മഹേശ്വരനും നൽകി. മഹാദേവൻ വിവാഹം ചെയ്ത സതീദേവിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ധർമ്മദേവന് ദക്ഷപുത്രിമാരായ 12 പത്നിമാരിലും ഓരോ പുത്രന്മാർ വീതം ജനിച്ചു. ഏറ്റവും ഇളയ പത്നിയായ മൂർത്തിയിൽ ജനിച്ചവരാണ് ഭഗവാന്റെ അവതാരമായ നാരായണന്മാർ. മഹർഷിമാരാണ് അവരിൽ നാരായണൻ ഇപ്പോൾ ശ്രീകൃഷ്ണനായും നരൻ ഇപ്പോൾ അർജുനനായും ജനിച്ചിരിക്കുന്നു. ദക്ഷന്റെ ഏറ്റവും ഇളയ മകളായ സതി മഹേശ്വരനെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ അച്ഛൻ്റെ താല്പര്യപ്രകാരമല്ല ആ മകൾ മഹേശ്വരനെ വിവാഹം കഴിച്ചത്. മൈത്രേയ മുനി ഇങ്ങനെ പറഞ്ഞപ്പോൾ വിതുരര് വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദക്ഷന് മഹേശ്വരനോട് ഇത്രയും ദേഷ്യം തോന്നുവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മൈത്രേയ മുനി അതിന് ഉത്തരവും പറഞ്ഞു കൊടുത്തു. എന്താണത്? മരീചി തുടങ്ങിയ പ്രജാപതികൾ ചേർന്ന് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുന്നുണ്ടായിരുന്നു. അതിന് അറിയപ്പെടുന്ന എല്ലാ മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവും മഹേശ്വരനും എല്ലാവരും ആ യാഗത്തിൽ വന്നിരുന്നു. അവിടേക്ക് ദക്ഷ പ്രജാപതി തൻ്റെ എല്ലാ പ്രതാപങ്ങളോടും കൂടി എത്തിച്ചേർന്നു. ദക്ഷൻ യാഗശാലയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വന്നിരുന്ന എല്ലാവരും തന്നെ എഴുന്നേറ്റ് ദക്ഷനെ നമസ്കരിച്ചു, ബഹുമാനിച്ചു. പക്ഷേ ബ്രഹ്മാവും മഹേശ്വരനും മാത്രം എഴുന്നേറ്റില്ല, ഇരിപ്പടങ്ങളിൽ തന്നെ ഇരുന്നു. ദക്ഷനത് ശ്രദ്ധിച്ചു. സ്വപിതാവായ ബ്രഹ്മാവ് എഴുന്നേറ്റില്ല എന്നതുകൊണ്ട് ദക്ഷന് പ്രത്യേകിച്ച് യാതൊരു ദേഷ്യവും തോന്നിയില്ല. എന്നാൽ മഹേശ്വരൻ്റെ ഈ ധിക്കാരം അത് ദക്ഷൻ ക്ഷമിച്ചില്ല. സ്വന്തം പിതാവിനെ വന്ദിച്ച ശേഷം ഇരുന്നിട്ട് തൻ്റെ ആ തൃപ്തിക്കുറവ്, ആ അസന്തുഷ്ടി വളരെ പ്രകോപനപരമായ പരുഷ ഭാഷയിൽ പരസ്യമായി ദക്ഷൻ പ്രകടിപ്പിച്ചു. ദക്ഷൻ പറഞ്ഞു, എന്നോടുള്ള ബഹുമാന സൂചകമായി മഹാത്മാക്കളായ നിങ്ങളെല്ലാവരും എഴുന്നേറ്റു നിന്നു. എന്നാൽ ഈ ശിവൻ മാത്രം ആ മര്യാദ കാണിച്ചില്ല. അതെങ്ങനെയാണ്? മാന്യന്മാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ഇവന് അറിയില്ല. വെറുതെ പാമ്പിനെയും കഴുത്തിൽ ചുറ്റി ഭൂതപ്രേത പിശാചുക്കളുമൊത്ത് ചടുലക്കളം തോറും നഗ്ന നൃത്തമാടി നടക്കുന്ന ഗോത്രവും കുലവുമില്ലാത്ത ഇവനുണ്ടോ സംസ്കാരം? ആചാരങ്ങളും മര്യാദകളും ഇവനറിയാമോ? ഇതെല്ലാം അറിഞ്ഞിട്ടും
ഇതെല്ലാമുള്ള സർവാംഗസുന്ദരിയും കുലീനയുമായ എൻ്റെ മകളെ ഞാൻ ഇവന് കൊടുത്തു. അത് വലിയ തെറ്റായിപ്പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരക്ഷരം പോലും പറയാതെ പരമശിവൻ ശാന്തനായി ഇരുന്നതേ ഉള്ളൂ. എന്നിട്ടും ദക്ഷ പ്രജാപതിക്ക് കലി അടങ്ങിയില്ല. വീണ്ടും വീണ്ടും മഹേശ്വരനെ ഇങ്ങനെ ശപിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഇവന് യാഗങ്ങളിൽ ദേവന്മാരോടൊപ്പം യജ്ഞഭാഗം ലഭിക്കുവാൻ കഴിയാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് അതീവ കോപത്തോടു കൂടി ദക്ഷൻ അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. അങ്ങനെ സദസ്യരിൽ ഭൂരിപക്ഷത്തിനും ദക്ഷന്റെ ഇപ്രകാരമുള്ള പ്രവൃത്തിയും വാക്കുമൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആരുമൊന്നും മിണ്ടിയില്ല. എന്നാൽ ശിവസേവക പ്രധാനിയായ നന്ദികേശ്വരന് ക്ഷോഭം സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ദക്ഷനെ ശപിക്കുന്നു. അഹങ്കാരിയായ ദക്ഷന് പരമാർത്ഥ ജ്ഞാനമുണ്ടാകാതെ പോകട്ടെ, അവന് ആടിൻ്റെ മുഖമുണ്ടാകട്ടെ എന്ന് ശപിച്ചു. ദക്ഷന്റെ അധിക്ഷേപം കേട്ട് രസിച്ചിരുന്ന ബ്രാഹ്മണരെയും നന്ദീശ്വരൻ ശപിക്കുന്നു. നിങ്ങൾക്കും യഥാർത്ഥ ജ്ഞാനമുണ്ടാകാതെ പോകട്ടെ, വിദ്യ വിറ്റു തിന്നുന്നവരായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ടപ്പോൾ ഭൃഗു കോപിച്ചു. ശിവസേവകന്മാരെ അദ്ദേഹവും ശപിച്ചു. നിങ്ങൾ ശുദ്ധിയില്ലാത്തവരും ആചാരങ്ങളില്ലാത്തവരും മദ്യപാനികളും എല്ലുമാല ധരിക്കുന്നവരും സമൂഹത്തിൽ മര്യാദ ഇല്ലാത്തവരുമായി തീരട്ടെ എന്ന് ഭൃഗു ഈ ശിവഭൂതഗണങ്ങളെ ശപിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സുമടുത്ത മഹാദേവൻ തൻ്റെ സേവകന്മാരുമായി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. ദക്ഷൻ മൂലം താറുമാറായെങ്കിലും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ആ യാഗം മംഗളമായി ഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ ദക്ഷനും ശിവനും തമ്മിൽ ശത്രുത വർദ്ധിച്ചു. അതുകൂടാതെ തന്നെ മഹേശ്വരൻ സതീദേവിയെ ദക്ഷന്റെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചതാണ്. സതീദേവിയെ മഹേശ്വരൻ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന്, ദക്ഷന്റെ അനുവാദമില്ലാതെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അമ്മായിയച്ഛനും മരുമോനും തമ്മിൽ വളരെ ശത്രുതയിലായിരുന്നു. അതുപോലെ ഈ യജ്ഞത്തിൽ വെച്ച് മഹേശ്വരനെ ദക്ഷൻ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ദേവന്മാരെല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നതല്ലാതെ അവർ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവർക്ക് അസുരന്മാരിൽ നിന്നും ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നും, അങ്ങനെയാണ് ഈ ശൂരപത്മാസുരൻ, താരകാസുരൻ മുതലായ അസുരന്മാർ ദേവന്മാരെ ദേവലോകത്തു നിന്നും ഓടിച്ചു വിട്ടതെന്നും, പിന്നീട് ശിവപുത്രൻ തന്നെ ജനിക്കേണ്ടി വന്നു അവർക്ക് തിരിച്ച് അഭയസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ട് എന്നുമൊക്കെ സ്കന്ദപുരാണം പറയുന്നുമുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നാളെ നമുക്ക് ദക്ഷയാഗം വിശദമായി നോക്കാം. 1-2 തവണ ആവർത്തിച്ചു കേട്ടാൽ മാത്രമേ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. വീണ്ടും വീണ്ടും കേൾക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.